മുഡ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ പരാതി നൽകിയ സാമൂഹ്യ പ്രവർത്തകനെതിരെ കേസെടുത്തു. സ്നേഹമയി കൃഷ്ണയ്ക്കെതിരെയാണ് സ്ത്രീയെ കയ്യേറ്റം ചെയ്തെന്ന കേസിൽ 4-ാം പ്രതിയാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് സ്നേഹമയി കൃഷ്ണ പറഞ്ഞു. സിദ്ധരാമയ്യക്കെതിരെ ലോകായുക്ത പോലീസ് അന്വേഷണത്തിന് ആധാരമായത് സ്നേഹമയി കൃഷ്ണയുടെ പരാതിയാണ്. വിവരങ്ങളുമായി എ.പി. നദീറ നമുക്കൊപ്പം ചേരുന്നു. എ.പി. നദീറ, ഇത് ഒരു പകപോക്കലെന്നാണോ സ്നേഹമയി പറയുന്നത്? സുജയ, സ്നേഹമയി കൃഷ്ണ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇതൊരു പകപോക്കലിന്റെ ഭാഗമായി തനിക്കെതിരെ കേസുകൾ വരുന്നതാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 37ഓളം കേസുകൾ ഇതിനു മുൻപ് പലപ്പോഴായി തനിക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലതും വ്യാജ പരാതിയാണെന്ന് തുടക്കത്തിൽ തന്നെ അന്വേഷണം നടത്തി പോലീസ് കണ്ടെത്തുകയും ഒഴിവാക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഒരു കേസാണെന്നാണ് സ്നേഹമയി കൃഷ്ണ പ്രതികരിക്കുന്നത്. ഇത് മൈസൂരു നഞ്ചംഗുഡ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസാണ്. ലാവണ്യ എന്ന സ്ത്രീയാണ് പരാതിക്കാരി. അവരെയും അമ്മയെയും ഈ സ്നേഹമയി കൃഷ്ണയും അവരുടെ സുഹൃത്തായ ഒരു ദാബ ആനന്ദ് എന്ന് പറയുന്ന ആളും കൂടി ആക്രമിച്ചു, കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി, മോശം വാക്കുകൾ ഉപയോഗിച്ച് അസഭ്യം പറഞ്ഞു എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ പരാതിയിലുള്ളത്. ഇതിൽ 4-ാം പ്രതിയാക്കിയാണ് സ്നേഹമയി കൃഷ്ണയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം കേസുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ പറയുന്നു. സിദ്ധരാമയ്യക്കെതിരെ വലിയൊരു കുംഭകോണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇത് വെളിച്ചത്ത് കൊണ്ടുവരണം. ഈ മുഡ പ്ലോട്ടുകളുടെ കാര്യത്തിൽ സിദ്ധരാമയ്യയുടെ കുടുംബത്തിന് ഏകദേശം 56 കോടിയോളം രൂപ അധികമായി വരുമാനം ലഭിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് ഇതൊരു PML ആക്ടിന്റെ ഭാഗമായി തന്നെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം EDക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന്റെ പരാതി പരിശോധിച്ച് നടപടിയിലേക്ക് കടക്കുകയാണ്. എന്നാലും പോരാട്ടം തുടരും. ഇങ്ങനെയുള്ള കേസുകൾ വരും. അതൊന്നും കാര്യമാക്കുന്നില്ല. അതിനെ നിയമപരമായി നേരിടുമെന്നാണ് സ്നേഹമയി കൃഷ്ണ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, എ.പി. നദീറയാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ധരാമയ്യക്കെതിരായ പരാതിക്കാരനെതിരെ ഇപ്പോൾ 4-ാം പ്രതിയാക്കിയുള്ള കേസ് വന്നിരിക്കുകയാണ്.